നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് പലപ്പോഴും ശരിയല്ല എന്നുള്ള ഒരു കാര്യം. മക്കളുടെ മാത്രമല്ല, പലപ്പോഴും ചില മാതാപിതാക്കളുടെയും കൂട്ടുകെട്ടിനെ പറ്റി പലപ്പോഴും നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആ മകനെക്കുറിച്ച് അവൻ്റെ മാതാപിതാക്കൾക്കുള്ള വലിയൊരു വ്യാകുലത എന്തായിരുന്നു. ആ പ്രദേശത്ത് ഒരു വീടുണ്ട് പോലും. ആ വീടിൻ്റെ അകത്ത് ഒരു അപ്പനും മകനും താമസിക്കുന്നു. ആ അപ്പനും മകനും ഒരുപോലെ ലഹരി ഉപയോഗിക്കുന്ന അപ്പനും മകനുമാണ്. ആ വീട്ടിൽ വേറെ ആരുമില്ല. അവരാ വീട് അങ്ങ് തുറന്നു കൊടുത്തേക്കുകയാണ് മറ്റ് ലഹരി ഉപയോഗിക്കുന്ന മക്കൾക്ക് വേണ്ടി, പിള്ളേർക്ക് വേണ്ടി. ആ വീടിൻ്റെ പരിസരത്തേക്ക് ആർക്കും പോകാൻ പറ്റില്ല എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം ആ സമൂഹം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടും ആ കൂട്ടുകെട്ടോ അവിടെയുള്ള ആളുകളുടെ വരവോ ഒരാൾക്കും തടയാൻ സാധിക്കാത്ത വിധത്തിൽ സമൂഹം മുഴുവൻ വേദനിക്കുകയും ഒറ്റപ്പെട്ടു പോവുകയും കുടുംബങ്ങൾ വേദനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നേരിട്ട് കാണാനായി ഇടയായി. എന്താണ് സംഭവിക്കുന്നത്? ലഹരി ഉപയോഗിച്ച് ഒരു കൂട്ടുകെട്ടിലേക്ക്, ലഹരി ഉപയോഗിക്കുന്നവർ തന്നെ അങ്ങനെ ഒരു പ്രത്യേക കൂട്ടുകെട്ട് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയല്ലേ? ആ മകൻ്റെ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാനായി അവന് താല്പര്യമില്ല. അവൻ്റെ കൂട്ടുകാർ പറയുന്നത് കേൾക്കാനാണ് അവന് താല്പര്യം. അവൻ്റെ പ്രിയപ്പെട്ടവർ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ല. അവൻ്റെ കൂട്ടുകാരൻ എന്ത് പറയുന്നു അത് കേൾക്കാനാണ് താല്പര്യം. അങ്ങനെയുള്ള വലിയൊരു കൂട്ടുകെട്ട് നമ്മുടെ നാടിൻ്റെ പല സ്ഥലങ്ങളിലും നിങ്ങൾ കാണുന്നില്ലേ? നാടിൻ്റെ ഒഴിഞ്ഞ മൂലകളിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലും ഒഴിഞ്ഞ വീടുകളിലും നമ്മുടെ മക്കളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴി നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. മാതാപിതാക്കൾ ഒരു കാര്യം തിരിച്ചറിയണം. എന്താണെന്നറിയാവോ? നിങ്ങൾ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ കേട്ടില്ല എന്ന് വരും. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അത് നിങ്ങളുടെ മക്കൾ അതിലേക്ക് ഒരു നാൾ തിരിച്ചു വരും. മക്കളെ ഉപദേശിക്കുന്ന അപ്പൻ ആ മകന് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്പനായി തീർന്നിട്ടുണ്ടോ എന്ന് വിചിന്തനം ചെയ്യണം. മക്കളെ ഉപദേശിക്കുന്ന ഒരു അമ്മ ഒരു ഫ്രണ്ട് ആകേണ്ട ആവശ്യമില്ല, അവന് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അമ്മയാണോ എന്ന് ശരിക്കും വിചിന്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെല്ലാവരും നിങ്ങൾ പറയുന്നത് കേൾക്കാത്ത ഒരു കാലം വന്നാലും നിങ്ങൾ ചെയ്യുന്നവ എന്താണോ, നിങ്ങൾ ചെയ്യുന്നത് എന്താണോ, നിങ്ങളുടെ ഫ്രണ്ട്ലിനെസ് എന്തുമാത്രം സൗഹാർദ്ദപരമായ അപ്പനാണോ അമ്മയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്താണോ, അതിലേക്ക് ഒരു ദിവസം നിങ്ങളുടെ മക്കൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് ഓർക്കുക. നിങ്ങളുടെ മക്കൾ കൂട്ടുകാർ പറയുന്നത് അനുസരിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും എന്ന് ഓർക്കണം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്ന മകൻ എന്തുകൊണ്ടാണ് അവൻ കൂട്ടുകെട്ടിലേക്ക് പോയതെന്നും ആ കൂട്ടുകെട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും അവൻ്റെ മാതാപിതാക്കളെ എത്ര സൗകര്യപൂർവ്വം അവൻ മറന്നുപോയെന്നും ആ മകൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പങ്കുവെക്കും. അത് നമുക്കൊരു വിചിന്തനത്തിന് കാരണമാകട്ടെ. എനിക്കൊരു പ്രണനൈരാശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ് എനിക്ക് ആദ്യം ഈ ലഹരി തരുന്നത്, കഞ്ചാവ് തരുന്നത്. അവൻ പറഞ്ഞു, ഞാൻ എപ്പോഴും മൂഡ് ഔട്ടായിട്ട് ഇരിക്കുക, മോന്തൊക്കെ എന്താ പറയുക ദേഷ്യത്തിലിരിക്കണ്ടായിരുന്നത് ആ ഒരു ടൈം മൊത്തം. അപ്പൊ അവൻ പറഞ്ഞു, നിനക്ക് ചിരിക്കണേ ഇത് വലിച്ചാൽ മതി, ഇത് വലിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഏത് നേരം ചിരിച്ചിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. നിനക്ക് എന്താ പറയുക ടെൻഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് നല്ല റിലീഫായിരിക്കും ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിത് ഉപയോഗിച്ചു തുടങ്ങി. ആദ്യം ഉപയോഗിക്കുമ്പോൾ ഇത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. സാധാ സിഗരറ്റ് വലിക്കുന്ന പോലെ പുകയെടുത്തു വിട്ടു. ഇതേപോലെ തന്നെ ഒരു 3-4 പ്രാവശ്യം ചെയ്തപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് മുഖത്തേക്ക് ചോദിച്ചു, ഇതൊരു മാറ്റമില്ലല്ലോ എനിക്കെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്നിടത്ത് അവിടെ കിടന്നുറങ്ങി. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേക്കണത്. പിന്നെ ഈ മൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇത് ഇങ്ങനെ വലിക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് സുഖമായിട്ട്. ഒന്നും അറിയണില്ല, ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കേണ്ട, എന്താ ചെയ്യണേന്നൊന്നും അറിയണ്ട. അപ്പൊ അവനോട് ഞാൻ പിന്നെയും ചോദിച്ചു തുടങ്ങി, ഇത് എനിക്ക് തരുമോ, ഉപയോഗിച്ച് നോക്കിയാൽ നല്ലതാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് എനിക്ക് കൊണ്ടുവന്നു. ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയത്, ഞങ്ങളിങ്ങനെ 2 ആള് തുടങ്ങി, പിന്നെ ഇത് 4 ആളായി, പിന്നെ 6 ആളായി, പിന്നെ ഒരു ടീം പോലെ ഞങ്ങൾ 6 ആള്. എല്ലാ നേരത്തും ഞങ്ങൾ 6 ആൾ ഒരുമിച്ചുണ്ടാവും. പിന്നെ ഞങ്ങൾ വീടുകളിൽ അമ്മമാരെല്ലാരും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആ വീട്ടിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും എല്ലാവരും ഒരുമിച്ച്. അപ്പോ ഓരോരുത്തര് ഓരോ സ്ഥലത്തേക്ക് പഠിക്കാൻ പോയി തുടങ്ങി. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരുത്തൻ പഠിച്ചത് കാസർഗോഡ്, ഒരുത്തൻ കോഴിക്കോട്, അങ്ങനെ പല സ്ഥലത്താണ് പഠിച്ചു പറഞ്ഞത്.
ഇവര് വരുമ്പോ ഞങ്ങക്ക് കൊണ്ടുവരാ സ്പെഷ്യലാന്ന് ഞങ്ങൾ പറയാ. എങ്ങനെ വരുമ്പോ ഇപ്പൊ പോയിട്ട് വരുമ്പോ സ്പെഷ്യൽ കൊണ്ടുണ്ട് എന്ന് പറയും. അപ്പൊ എന്തെങ്കിലും വെറൈറ്റി ഡ്രഗ്സ് ആയിരിക്കും കൊണ്ടുവരാ ഞങ്ങളുടെ ഇടയ്ക്ക്. അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. ആദ്യം ഞങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത് MDMA ആയിരുന്നു. MDMA ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കണ എങ്ങനെയാന്ന് പോലും അറിയണ്ടായിരുന്നില്ല ആദ്യം. കൂട്ടുകാരൻ പറഞ്ഞു ഇത് ഈസിയാടാ, പ്രശ്നമൊന്നുമില്ല, ഇത് മൂക്കിൽ സ്നോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ വാക്കുകളൊക്കെ ഞങ്ങൾക്ക് അറിയില്ല, ഇത് എന്താ ചെയ്യേണ്ടത്, ഇത് എന്താ പറയണേന്നൊന്നും. ആദ്യം അവൻ കാണിച്ചു ഞങ്ങൾക്ക് ഇതെങ്ങനെ ഉപയോഗിക്കണ്ടെന്ന്. അവൻ ഇതേപടി പൊടിച്ചു. ഇത് എന്തോ ATM കാർഡ് വെച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ഉരച്ച് ഒന്ന് പൊടിച്ചു. എന്നിട്ട് മൂക്കിൽ വലിച്ചു കാട്ടി വന്നവൻ. പിന്നെ ഇവന്റെ റൂമിലേക്ക് ഞങ്ങൾ പോയി തുടങ്ങി. ഞങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ട്. ഇവൻ കോഴിക്കോടായിരുന്നു പഠിച്ചു പറഞ്ഞത്. അവന്റെ അടുത്തേക്ക് പോവും. അവൻ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പൊ അവന്റെ അടുത്ത് പോവും, ഉപയോഗിക്കും, തിരിച്ചു വരും. പിന്നെ അതേപോലെ കാസർഗോഡ് പോവും, അവന്റെ അടുത്ത് പോയിട്ട് ഉപയോഗിക്കും. അങ്ങനെ രണ്ടാളും പഠിച്ചു പറഞ്ഞത് വേറെ വേറെ ഹോസ്റ്റല്. അത് കഴിഞ്ഞ് അവരെ ഇങ്ങനെ ഉപയോഗം കൂടിയപ്പോൾ അവർ രണ്ടാളെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. പുറത്ത് സെപ്പറേറ്റ് റൂം എടുത്ത് താമസിച്ചു തുടങ്ങി. അപ്പൊ ഞങ്ങൾ വീട്ടിൽ ഓരോ കാരണങ്ങളും പറയും. ഞാനും എൻ്റെ കൂട്ടുകാരനും ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോയി ഒരു റൂമിൽ ഒരാഴ്ചയോളം ഞങ്ങൾ പോയി നിൽക്കും. ഞങ്ങളുടെ കണക്കനുസരിച്ച് ഞങ്ങൾ വ്യാഴാഴ്ച ഇവിടുന്ന് പോവുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരല്ലോ. അത്ര ദിവസം എന്തെങ്കിലും ഒരു ഡ്രഗ് ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നുണ്ടാവും. ഞങ്ങളിങ്ങനെ കൂട്ടുകാരുടെ റൂമിൽ പോണെങ്കിൽ ഞങ്ങൾക്ക് ശനി ഞായറും വരും. ശനി ഞായറും ഞങ്ങൾ കാറ്ററിംഗിൽ വർക്ക് ചെയ്ത് തുറന്നത്. ഞങ്ങളെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കാറ്ററിംഗിന്റെ. അപ്പോൾ ഞങ്ങൾ സർവീസിലുണ്ടായിരുന്നു. സൂപ്പർവൈസിങ് ഞങ്ങൾ തന്നെയാണ്. അതേപോലെ KMP ആയിട്ട് നിൽക്കും, ഈ കട്ടിങ് ഹെൽപ്പറൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഉറക്കമൊഴിച്ചിട്ട് ഞങ്ങൾ നിൽക്കാതെ രാത്രി ഉറങ്ങില്ല. ഞങ്ങൾക്ക് എങ്ങനെ പോയാലും 2 ദിവസത്തെ വർക്ക് കഴിയുമ്പോൾ എങ്ങനെ പോയാലും ഒരാൾക്ക് 1500 രൂപ വെച്ച് കിട്ടും. ഞങ്ങൾ ഓൾറെഡി ഈ ഡ്രഗ് യൂസ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാവുക. അത് കാരണം ഞങ്ങൾക്ക് ഉറക്കം വരില്ല, ഞങ്ങൾക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞാലേ ഇതിന്റെ ക്ഷീണം വരുള്ളൂ. ഞങ്ങൾ MDMA ഉപയോഗിക്കും, അത് ഉപയോഗിച്ചിട്ട് നിൽക്കുന്നുണ്ടാവുക ഓൾറെഡി. ഞങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ എങ്ങനെ പോയാലും ചുരുങ്ങിയത് ഞങ്ങൾ ഈ റൂമുകളിലേക്ക് എത്തുമ്പോൾ ഒരു 6000 രൂപ 7000 രൂപ ചുരുങ്ങിയത് ഞങ്ങൾ ഒരു 4 ആൾ 3 ആളുടെ കയ്യിലുണ്ടാവും. ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ എല്ലാ ചെലവുകളും ഞങ്ങളിതിൽ നീക്കിക്കൊണ്ട് പോയായിരുന്നു. ഇങ്ങനെ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് കൂട്ടുകാരൻ പറഞ്ഞത്, ഇങ്ങനെ പാർട്ടികളൊക്കെ നടക്കുന്നുണ്ട്, നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പോവാം, അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അടുത്ത ഡ്രഗ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്, LSD എന്ന് പറഞ്ഞിട്ട്. LSD യൂസ് ചെയ്തപ്പോൾ ഇതെന്താന്നൊന്നും ആർക്കും അറിയില്ല. ആദ്യം ഇട്ടപ്പോ ഇതെന്തൊരു ഒരു പേപ്പർ പോലെ തോന്നിയത്. കൂട്ടുകാരൻ പറഞ്ഞു ഇത് ചിലവർക്ക് നല്ലതായിരിക്കും, ചിലവർക്ക് പൊട്ടയായിട്ട് തോന്നും. അതില് നമ്മൾ ഉപയോഗിച്ചത് എങ്ങനെയാന്ന് പോലും നമുക്ക് അറിയില്ല ഇത് എങ്ങനെയാന്ന്. ആരെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് പറഞ്ഞുതരാം, ഇത് ഇങ്ങനെയാണ്, അങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കുന്നു. എൻ്റെ ഇട്ടപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൊത്തം കിളി പോയി. എനിക്ക് ഞാൻ എന്താ ചെയ്യണേ, ഞാൻ എന്താ പറയണേ, എന്താ എക്സ്പീരിയൻസ് ചെയ്യണത്, നമുക്ക് ഓരോ തരം ഫീലിങ്ങുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഓരോ പുല്ലൊക്കെ മേത്തട്ടുമ്പോൾ ഇക്കിളിയാവണ പോലെയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ കണ്ണി കണ്ട മലയൊക്കെ കയറി ഇലയൊക്കെ പൊട്ടിച്ചു കൊണ്ടു. പിന്നെ ഓരോരോ കളറുകൾ കാണാം ഓരോ ഇലയമേ. അത് കഴിഞ്ഞിട്ട് തിരിച്ചറിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടായി. എനിക്ക് മെയിനായിട്ട് ഈ വെളിച്ചം പേടിയായി തുടങ്ങി. വെളിച്ചം കൂടുതൽ കണ്ണിലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇറിറ്റേഷനാ, തലയിൽ ഒരു ഇറിറ്റേഷൻ വന്നു തുടങ്ങി. പിന്നെ നിഴല് കാണുന്നത് പേടിയായി തുടങ്ങി. നിഴൽ എങ്ങനെ പോയാലും മുന്നിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മൾ നടന്നു പോയിരിക്കും, പെട്ടെന്ന് ഒരു നിഴൽ വരില്ലേ, അത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ പേടിച്ച് ഞാൻ സ്റ്റെക്കായി നിൽക്കും അവിടെ. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേ ചിന്തയിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മാറുള്ളൂ. പിന്നെ സൗണ്ടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇറിറ്റേറ്റ് ആയിക്കൊണ്ടിരുന്നത്. സൗണ്ട് നമ്മുടെ ചെവിടിൻ്റെ ഉള്ളിൽ കൂടെ കയറണം, നേരെ തലയ്ക്ക് കയറും. തലയിൽ ഒരു പിരിപ്പിരിപ്പാണ്, ഇപ്പൊ എന്തേലും സംഭവിക്കോ. അങ്ങനെ ഞാനിവിടെ നെസ്റ്റിൽ വന്നപ്പോഴാണ് എന്നോട് എൻ്റെ സാറ് പറഞ്ഞു തന്നത്, നീ ഉപയോഗിച്ചിരിക്കണ ഓരോ ഡ്രഗിന്റെ ഇത് കാരണം മാത്രമാണ് നിനക്ക് ഇതെല്ലാം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കണത്. എങ്ങനെ പോയാലും നമുക്ക് നമ്മുടെ മനസ്സിനെയോ അതേപോലെ തന്നെ നമുക്ക് ഒന്നിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ഒന്നും ചെയ്യാൻ, നമ്മള് സന്തോഷത്തിൽ മാത്രം പോയിട്ട് പറ്റണ ഓരോ കാര്യങ്ങളത്. പിന്നെ കൂട്ടുകാരന്മാരാണ് എന്നെ മെയിനായിട്ട് ഇങ്ങനെ ഇതെല്ലാത്തേക്ക് എത്തിച്ചത്. ഇപ്പൊ ഞാൻ മാത്രം മാറിയിട്ടുള്ളൂ, അവര് മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോ ദൈവത്തോട് കൂടിയാണ്. ഇപ്പൊ ദൈവമാണ് എൻ്റെ കൂട്ടുകാരൻ, ദൈവത്തോടൊപ്പം നടക്കുന്നു.